ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, ഇലഗൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ്, പുനലൂർ. അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശുദ്ധിയിലും അപൂർവ ഫാഷനിലുമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കരികിൽ. വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം, പത്തനാപുരം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. നോക്കട്ടെ. White Mart, South India's largest home appliances retail network. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ തുടങ്ങി ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ വിജിത് കുമാർ. പ്രധാന വാർത്ത. പുനലൂരിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നഗരസഭയുടെ 45ാമത് ബഡ്ജറ്റ്. 3 കോടിയിൽ പരം രൂപ മിച്ചം പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് തിങ്കളാഴ്ച അവതരിപ്പിച്ചത്. തൊഴിലാളികളെ ഉപയോഗിച്ച് സമ്പന്നരാകുന്നത് തോട്ടം ഉടമകളെന്ന് CPM നേതാവ് MM മണി. തൊഴിൽ മന്ത്രിക്കെതിരെയും മണിയുടെ വിമർശനം. പുനലൂർ കാഞ്ഞിരമല കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായി. പദ്ധതി ചെലവ് 30 ലക്ഷം രൂപ. വാർത്തകൾ വിശദമായി. പുനലൂരിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നഗരസഭയുടെ 45ാമത് ബഡ്ജറ്റ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ K. പ്രഭ അവതരിപ്പിച്ചു. 58 കോടി 59 ലക്ഷത്തി 28,870 രൂപ വരവും, 55 കോടി 29 ലക്ഷത്തി 23,000 രൂപ ചിലവും, 3 കോടി 30 ലക്ഷത്തി 5,870 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് തിങ്കളാഴ്ച K. പ്രഭ അവതരിപ്പിച്ചത്. കുടിവെള്ള പ്രശ്നത്തിനും കാർഷിക മേഖലയ്ക്കും ആരോഗ്യ മേഖലയ്ക്കും അടിസ്ഥാന വികസനത്തിനും മുൻതൂക്കം നൽകി പുനലൂർ നഗരസഭയുടെ 45ാമത് ബഡ്ജറ്റ് വൈസ് ചെയർപേഴ്സൺ K. പ്രഭ അവതരിപ്പിച്ചു. 58 കോടി 59 ലക്ഷത്തി 28,870 രൂപ വരവും, 55 കോടി 29 ലക്ഷത്തി 23,000 രൂപ ചിലവും, 3 കോടി 30 ലക്ഷത്തി 5,870 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് തിങ്കളാഴ്ച അവതരിപ്പിച്ചത്. ജനങ്ങളുടെ കാതലായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിലേക്കായി വിവിധ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നതിനും തുടക്കം കുറിക്കുന്നതിനും നമുക്ക് കഴിഞ്ഞു. നഗരസഭയിലെ ജനങ്ങളുടെ സമ്പൂർണ്ണ ആരോഗ്യ പരിപാലനം ലക്ഷ്യം വെച്ച് നമ്മൾ തുടക്കം കുറിച്ച സ്പർശം പദ്ധതിയും നഗരസഭയിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനുള്ള ആദ്യപടിയായി വിവിധ കുടിവെള്ള പദ്ധതികളിൽ നിന്ന് നഗരസഭയ്ക്ക് ആവശ്യമായ കുടിവെള്ളം എത്തിക്കുവാനുള്ള കർമ്മ പദ്ധതിയും ഉദാഹരണങ്ങൾ മാത്രം. നഗരസഭയുടെ സമഗ്രവും സുസ്ഥിരവുമായ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് പുതിയ അവസരങ്ങൾക്കും വിവിധ പദ്ധതികൾക്കുമായി വരുന്ന സാമ്പത്തിക വർഷം തൻവർഷ നീക്കിയിരിപ്പ് ഉൾപ്പെടെ 59 കോടി 59 ലക്ഷത്തി 28,870 രൂപ വരവും, 55 കോടി 29 ലക്ഷത്തി 23,000 രൂപ ചിലവും, 3 കോടി 30 ലക്ഷം 5,870 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റിനാണ് രൂപം നൽകിയിരിക്കുന്നത്. തകർന്ന കാർഷിക മേഖലയും ഗൾഫ് നാടുകളിൽ വീശിയടിക്കുന്ന പ്രതിസന്ധി, നമുക്ക് നൽകുന്ന സാമ്പത്തിക ഞെരുക്കവും ഉൾപ്പെടെ നമ്മുടെ എല്ലാ പരിമിതികളും ഉൾക്കൊണ്ടുകൊണ്ട് അധ്വാനശീലരായ ഒരു ജനതയുടെ മങ്ങാത്ത ആശയും അഭിലാഷവും സാക്ഷാത്കരിക്കുവാനുള്ള ശ്രമമെന്ന നിലയിൽ
പുനലൂരിന്റെ നാളേക്കുള്ള കാൽവെപ്പായി നിരവധി പദ്ധതികൾക്ക് ഈ ബഡ്ജറ്റിന്റെ ഭാഗമായി നമ്മൾ തുടക്കം കുറിക്കുകയാണ്. നീരത പദ്ധതി പുനലൂർ നഗരസഭയിലെ എല്ലാ ജനവിഭാഗത്തിനും കുടിവെള്ളം ലഭ്യമാക്കുന്നതിനുള്ള സമഗ്ര പദ്ധതിയാണ് നീരത. കുറഞ്ഞത് 40 MLD വെള്ളം 10 MLD വെള്ളമെങ്കിലും അനിവാര്യമായിരിക്കെ കാലപ്പഴക്കം ചെന്ന പുനലൂർ വാട്ടർ സപ്ലൈ സ്കീമിൽ നിന്ന് കേവലം 4 MD വെള്ളം മാത്രമാണ് നമുക്കിന്ന് ലഭിക്കുന്നത്. 20 MD ശേഷിയുള്ള ഒരു പുതിയ കുടിവെള്ള പദ്ധതി തയ്യാറാക്കി വരുന്നു. പക്ഷേ ഇത് യാഥാർത്ഥ്യമായി കുടിവെള്ളം ലഭിക്കണമെങ്കിൽ കുറഞ്ഞത് 10 വർഷമെങ്കിലും കഴിയേണ്ടിയിരിക്കുന്നു എന്നാണ് ബന്ധപ്പെട്ട അധികാരികൾ അഭിപ്രായപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതി, കുര്യോട്ടുമല പദ്ധതി, വിളക്കുടിയിൽ പണി പൂർത്തിയാക്കുന്ന പദ്ധതി എന്നിവയിൽ നിന്ന് പുനലൂരിൽ കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ് നഗരസഭാ കൗൺസിൽ. ഇതിലേക്കായുള്ള വിവിധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തുക ഈ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കേദാരം പദ്ധതി കാർഷിക മേഖലയിൽ ഒരു പുത്തുണർവ് ഉണ്ടാക്കുക എന്നതാണ് കേദാരം പദ്ധതിയുടെ ലക്ഷ്യം. പച്ചക്കറി, ഫലവൃക്ഷ തൈകൾ, ഔഷധ സസ്യങ്ങൾ എന്നിവ ഉൽപ്പാദിപ്പിക്കുവാൻ നഴ്സറി, ജൈവ കീടനാശിനി, ജൈവ വളം എന്നിവയുടെ ഉൽപാദനം, കാർഷിക വിഭവങ്ങളുടെ ശേഖരണം, വിപണനം എന്നിവ ഇതിലൂടെ ലക്ഷ്യമിടുന്നു. ഹരിതശ്രീ എന്ന വനിതാ സംരംഭ ഗ്രൂപ്പ് ഇതിനായി രൂപീകരിക്കും. സംഘകൃഷി, ഔഷധ സസ്യകൃഷി എന്നിവ പ്രോത്സാഹിപ്പിക്കും. ഇതിലേക്ക് ആവശ്യമായ തുക ബഡ്ജറ്റിൽ വകകൊള്ളിച്ചിട്ടുണ്ട്. ആലയം പദ്ധതി സ്വന്തമായി ഒരു വീട് എന്നത് ഏതൊരു കുടുംബത്തിന്റെയും സ്വപ്നമാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെ ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനായി നഗരസഭ വിഭാവനം ചെയ്യുന്ന പദ്ധതിയാണ് ആലയം. ഭൂമിയില്ലാത്ത പാവപ്പെട്ട കുടുംബത്തിന് ഭൂമിയും വീടും, വീടില്ലാത്തവർക്ക് വീടും നൽകുവാൻ ഈ പദ്ധതിയിലൂടെ നഗരസഭ ലക്ഷ്യമിടുന്നു. ഇതിലേക്ക് ആവശ്യമായ തുക ബഡ്ജറ്റിൽ വകകൊള്ളിച്ചിട്ടുണ്ട്. ശാരീരികവും മാനസികവുമായി ബുദ്ധിമുട്ടുന്നവർക്കും സമൂഹത്തിൽ ജീവിക്കുവാനുള്ള അവകാശമുണ്ടെന്ന് അറിയുന്ന പ്രതിബദ്ധതയുള്ള ഒരു സമൂഹത്തിന്റെ കൈത്താങ്ങായി നഗരസഭ പ്രഖ്യാപിക്കുന്ന പദ്ധതിയാണ് ആർദ്രം. സഹായം ആവശ്യമുള്ള കിടപ്പ് രോഗികൾ, ഭിന്നശേഷിയുള്ളവർ എന്നിവരുടെ സംരക്ഷണമാണ് ലക്ഷ്യം. ഈ ഗണത്തിൽ വരുന്ന നിർധന കുടുംബത്തിലെ 15 വയസ്സിൽ താഴെയുള്ളവർക്ക് പകൽ വീടും ആവശ്യമുള്ളവരുടെ പൂർണ്ണ സംരക്ഷണവും ഈ പദ്ധതിയിലൂടെ നഗരസഭ ഉറപ്പുവരുത്തും. വ്യവസായ തകർച്ചയും റബ്ബറിന്റെ വിലയിടിവും മറ്റു വിവിധ കാരണങ്ങളാലും സാമ്പത്തിക തകർച്ച നേരിടുന്ന പുനലൂർ നഗരത്തിന്റെ സാമ്പത്തിക ഉന്നമനത്തിനായി വിവിധ വിനോദസഞ്ചാര സാധ്യതകൾ വികസിപ്പിച്ചെടുക്കുവാൻ അയനം എന്ന പദ്ധതിക്ക് നഗരസഭ രൂപം നൽകിയിരിക്കുന്നു. കല്ലടയാറിന്റെ ഇരുകരകളിലും വാക്വേ, പാർക്ക്, തൂക്കുപാലം കേന്ദ്രീകരിച്ച സൗന്ദര്യവൽക്കരണ പദ്ധതി, വൈഫൈ സ്പോട്ട്, കല്ലടയാറിൽ ബോട്ട് സർവീസ്, വട്ടപ്പടയിൽ അമ്യൂസ്മെന്റ് പാർക്ക്, സർക്കാരിന്റെ അനുമതിയോടെ തൊളിക്കോട്ട് ലഗൂണിൽ പാർക്ക് തുടങ്ങിയ പദ്ധതികൾ ആരംഭിക്കുവാൻ ഈ ബഡ്ജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. ജ്യോതിർഗമയ പദ്ധതി പുനലൂരിലെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ശാക്തീകരണം ലക്ഷ്യമാക്കി നടപ്പാക്കുന്ന പദ്ധതിയാണ് ജ്യോതിർഗമയ. സ്വകാര്യ സ്ഥാപനങ്ങളെ വെല്ലുന്ന കേന്ദ്രങ്ങളായി പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മാറ്റിയെടുത്ത് കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ വിഭാവനം ചെയ്തത്. ഇതിലേക്ക് ആവശ്യമായ തുക ബഡ്ജറ്റിൽ വകകൊള്ളിച്ചിട്ടുണ്ട്. സ്പർശം പദ്ധതി സമഗ്ര ആരോഗ്യ പരിപാലനം ലക്ഷ്യം വെച്ച് നഗരസഭ ആരംഭിച്ച സ്പർശം പദ്ധതിക്ക് പമ്പിച്ച ജനപിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഈ അവസരത്തിൽ അഭിമാന പുരസ്സരം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ പദ്ധതിയുടെ വിജയത്തിനായി പ്രവർത്തിക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കാൻ കൂടി അവസരം ഉപയോഗിക്കുകയാണ്. സ്പർശം പദ്ധതിയുടെ മുന്നോട്ടുള്ള സുഗമമായ പ്രവർത്തനത്തിന് ഈ ബഡ്ജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. നാടും നഗരവും ശുചീകരിക്കുന്നതിന്റെ ഭാഗമായി ജൈവ മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നതിനും അജൈവ മാലിന്യങ്ങൾ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്നതിനും ലക്ഷ്യമിടുന്ന സീൽ പദ്ധതിക്ക് ഈ ബഡ്ജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. ക്ലീൻ സിറ്റി, ക്ലീൻ ഹോം, ക്ലീൻ വാട്ടർ, ക്ലീൻ ക്യാമ്പസ്, നോ ടു പ്ലാസ്റ്റിക്, ക്ലീൻ സിറ്റി, കൊതുക് നിവാരണം എന്നീ പദ്ധതികൾ ഉൾപ്പെടുന്ന സ്വീപ്പ് നഗരസഭയുടെ സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയാണ്. നമ്മുടെ കുട്ടികൾക്കായി ഭൂമിയെ കരുതിവയ്ക്കുക എന്ന മഹത്തായ ലക്ഷ്യവുമാണ് നഗരസഭ സ്വീപ്പ് വിഭാവനം ചെയ്തിരിക്കുന്നത്. സ്കിൽ സെന്റർ IT ഉൾപ്പെടെയുള്ള വിവിധ തൊഴിൽ മേഖലകൾ പുനലൂരിൽ വികസിപ്പിച്ചെടുക്കുവാൻ ഉതകുന്ന തരത്തിൽ യുവജനങ്ങളെയും സ്ത്രീകളെയും ലക്ഷ്യമാക്കി ഒരു പരിശീലന കേന്ദ്രം നഗരസഭ ആരംഭിക്കുന്നതാണ്. ഇതിലേക്ക് ആവശ്യമായ തുക ബഡ്ജറ്റിൽ വകകൊള്ളിച്ചിട്ടുണ്ട്. കുരുന്നുകളുടെ ക്ഷേമം ലക്ഷ്യം വെച്ചുകൊണ്ട് അംഗൻവാടികൾക്ക് കെട്ടിടം, കുട്ടികൾക്ക് പാലും മുട്ടയും കളിക്കോപ്പുകളും നൽകുന്നതിനായി വിഭാവനം ചെയ്ത പദ്ധതിയാണ് താലോരം. ഇതിലേക്ക് ആവശ്യമായ തുക ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. മേൽപ്പറഞ്ഞ പദ്ധതികൾക്കൊപ്പം സാംസ്കാരിക ഉന്നമനവും അടിസ്ഥാന സൗകര്യ വികസനവും സുതാര്യ സേവനവും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വിവിധ പദ്ധതികൾക്ക് ഈ ബഡ്ജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് നഗരസഭ വിഭാവനം ചെയ്തിരിക്കുന്ന വികസനോന്മുഖമായ പദ്ധതികൾക്ക് ഈ ബഡ്ജറ്റിൽ പ്രത്യേകം തുക വകയിരുത്തിയിട്ടുണ്ട്. നമ്മുടെ ഏറെ നാളത്തെ സ്വപ്നമായ N. രാജഗോപാലൻ നായർ മെമ്മോറിയൽ ടൗൺ ഹാൾ, മിനി തിയേറ്റർ എന്നിവയുടെ നിർമ്മാണത്തിന് വേണ്ട തുക ഈ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്.
ശ്രീരാമവർമ്മപുരം മാർക്കറ്റിന്റെ നവീകരണത്തിനും ഫിഷ് മാർക്കറ്റ്, സ്ലാട്ടർ ഹൌസ് എന്നിവയുടെ നിർമ്മാണത്തിനും വേണ്ട തുക ഈ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. KSRTC ബസ് സ്റ്റാൻഡിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട അനുബന്ധ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനും പുനലൂർ പട്ടണത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുന്നതിനും നടപ്പാത നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും നഗരസഭ മുൻകൈ എടുക്കുന്നതാണ്. വിവരസാങ്കേതിക വിദ്യ മേഖലയിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി പുനലൂരിൽ ഒരു IT ഹബ്ബ് സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതികൾക്ക് വേണ്ടി ഈ ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. നഗരസഭയിലെ 7 നില ഷോപ്പിംഗ് കോംപ്ലക്സ് പുതുക്കിപ്പണിയുന്നതിനും മൃഗാശുപത്രി മാറ്റി സ്ഥാപിക്കുന്നതിനും ഹോമിയോ ആശുപത്രി കെട്ടിടം പുനരുദ്ധാരണം ചെയ്യുന്നതിനും എക്സൈസ് ഓഫീസ് കെട്ടിട നിർമ്മാണത്തിനും ഈ ബഡ്ജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. പുനലൂരിന്റെ സാംസ്കാരിക മേഖലയിൽ വിവിധ സംരംഭങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ഈ ബഡ്ജറ്റിന്റെ ഭാഗമായി തുക വകയിരുത്തിയിരിക്കുന്നു. ആദിവാസി കലകളുടെ പ്രോത്സാഹനം, വനിതാ ശിങ്കാരിമേള കൂട്ടായ്മ, ജവഹർ ബാലകലാഭവൻ, പുനലൂർ ബാലൻ മെമ്മോറിയൽ വായനശാല മെച്ചപ്പെടുത്തൽ, രജിസ്റ്റർ ചെയ്ത വായനശാലകൾക്കും ക്ലബ്ബുകൾക്കും സഹായം എന്നിവ ഇതിന്റെ ഭാഗമായി പരിഗണിച്ചിട്ടുണ്ട്. നഗരസഭയുടെ വ്യാവസായിക പുരോഗതിക്ക് ഒരു തുടക്കമെന്ന നിലയിൽ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് മൈക്രോ സംരംഭങ്ങളും ചെറുകിട വ്യവസായ യൂണിറ്റുകൾക്ക് സഹായത്തിനുമായി ബഡ്ജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. ജനസേവനം സുഗമവും സുതാര്യവും കാര്യക്ഷമവുമാക്കുന്നതിനു വേണ്ടി നഗരസഭാ കാര്യാലയത്തിലെ കമ്പ്യൂട്ടർവൽക്കരണം പ്രവർത്തനക്ഷമമാക്കുന്നതിനും സേവനം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വാർഡ് തലത്തിൽ സേവാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനും സേവനങ്ങൾ ലിസ്റ്റ് ചെയ്യുക, പൗരാവകാശ രേഖ ഡിജിറ്റലൈസ് ചെയ്യുക, ഓഫീസ് പ്രവർത്തനങ്ങൾ ഓൺലൈനിൽ ലഭ്യമാക്കുക, ഓൺലൈൻ പരാതി പരിഹാര സെൽ രൂപീകരിക്കുക, പുനലൂർ നഗരസഭയ്ക്ക് ISO സർട്ടിഫിക്കേഷൻ നേടിയെടുക്കുക എന്നിവ ലക്ഷ്യം വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ ബഡ്ജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി പോലീസും വ്യാപാരി വ്യവസായികളുമായി സഹകരിച്ച് നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കുന്നതിനും പട്ടണത്തിൽ കൂടുതൽ സൗരോർജ്ജ LED ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനും ആവശ്യമായ തുക ഈ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. നഗരസഭയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് വലിയ വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യത്തിലും പരിമിതമായ സമയപരിധിക്കുള്ളിലും പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ഈ കൗൺസിലിന്റെ ആദ്യ ബഡ്ജറ്റിൽ നമ്മുടെ നാടിന്റെ നാനാ മേഖലയ്ക്കും ആവശ്യമായ പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുവാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നഗരസഭയുടെ സമഗ്രവും സുസ്ഥിരവുമായ വികസനത്തിന് ഊന്നൽ നൽകുവാൻ കഴിഞ്ഞിട്ടുണ്ട്. 2016-17 സാമ്പത്തിക വർഷത്തെ ഈ ബഡ്ജറ്റ് ബഹുമാനപ്പെട്ട കൗൺസിൽ മുമ്പാകെ അംഗീകാരത്തിനായി വിനയ പുരസ്കാരം സമർപ്പിക്കുന്നു. ബജറ്റ് അവതരണ ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ അധ്യക്ഷനായി. പുനലൂർ നഗരസഭാ പ്രദേശത്തെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനായി ബജറ്റിൽ മുന്തിയ പരിഗണന നൽകിയിട്ടുണ്ട്. 20 MLD ശേഷിയുള്ള പുതിയ കുടിവെള്ള പദ്ധതിക്കായി പദ്ധതികൾ തയ്യാറാക്കി വരുന്നു. എന്നാൽ ഇത് യാഥാർത്ഥ്യമാകണമെങ്കിൽ 10 വർഷത്തോളം വേണ്ടിവരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ കുരിയൊട്ടുമല, ജപ്പാൻ, മഞ്ഞവൻകാല കുടിവെള്ള പദ്ധതികളിൽ നിന്നും പുനലൂരിൽ കുടിവെള്ളം എത്തിക്കുന്നതിനായി ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. കാർഷിക മേഖലയിൽ പുത്തൻ ഉണർവ് നൽകുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് കേദാരം. ജൈവ പച്ചക്കറി കൃഷി, ജൈവ കീടനാശിനി, ജൈവവളം എന്നിവയുടെ ഉൽപാദനം, കാർഷിക വിഭവങ്ങളുടെ ശേഖരണം, വിപണനം എന്നിവയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിനായി ഹരിതശ്രീ എന്ന വനിതാ സംരംഭക ഗ്രൂപ്പ് രൂപീകരിക്കും. സംഘകൃഷി, ഔഷധകൃഷി എന്നിവ പ്രോത്സാഹിപ്പിക്കാനും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. സ്വന്തമായി ഭൂമിയില്ലാത്തവർക്ക് ഭൂമിയും വീടും, വീടില്ലാത്തവർക്ക് വീടും നൽകുവാനുള്ള ആലയം പദ്ധതിയും ബജറ്റിൽ സ്ഥാനം പിടിച്ചു. കിടപ്പ് രോഗികൾ, ഭിന്നശേഷിയുള്ളവർ എന്നിവരുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന പദ്ധതിയാണ് ആർദ്രം. ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നിർധന കുടുംബത്തിലെ 15 വയസ്സിൽ താഴെയുള്ളവർക്ക് പകൽ വീടും ആവശ്യമുള്ളവരുടെ പൂർണ്ണ സംരക്ഷണവും ഈ പദ്ധതിയിലൂടെ നഗരസഭ ഉറപ്പുവരുത്തുന്നുണ്ട്. പുനലൂരിന്റെ വിനോദസഞ്ചാര സാധ്യതകൾ വികസിപ്പിച്ചെടുക്കുവാൻ അയനം എന്ന പദ്ധതിക്കും നഗരസഭ രൂപം നൽകുന്നു. ഇതിന്റെ ഭാഗമായി കല്ലടയാറിന്റെ ഇരുകരകളിലും വാക്വേ, പാർക്ക്, തൂക്കുപാലം കേന്ദ്രീകരിച്ച് സൗന്ദര്യവൽക്കരണ പദ്ധതി, വൈഫൈ സ്പോട്ട്, കല്ലടയാറ്റിൽ ബോട്ട് സർവീസ്, വട്ടപ്പടയിൽ അമ്യൂസ്മെന്റ് പാർക്ക്, സർക്കാരിന്റെ അനുമതിയോടെ തൊളിക്കോട് ലഗൂണിൽ പാർക്ക് തുടങ്ങിയ പദ്ധതികൾക്കും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മെച്ചപ്പെടുത്തി വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന ജ്യോതിർഗമയ പദ്ധതിക്കും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. സമഗ്ര ആരോഗ്യ പരിപാലനം ലക്ഷ്യമിട്ട് നഗരസഭ നടപ്പിലാക്കുന്ന സ്പർശം പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിനും ബജറ്റിൽ തുക അനുവദിച്ചിട്ടുണ്ട്. നഗരസഭയുടെ സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയായ സീപ്പ് പദ്ധതിക്കും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. ക്ലീൻ സിറ്റി, ക്ലീൻ ഹോം, ക്ലീൻ വാട്ടർ, ക്ലീൻ ക്യാമ്പസ്, നോ ടു പ്ലാസ്റ്റിക്, ഗ്രീൻ സിറ്റി, കൊതുക് നിവാരണം എന്നീ പദ്ധതികൾ ഉൾപ്പെടുന്നതാണ് സീപ്പ്. IT മേഖലയുടെ വികസനത്തിനും അംഗൻവാടി കുട്ടികളുടെ ഉന്നമനത്തിനും അംഗൻവാടികളുടെ നവീകരണത്തിനും ബജറ്റിൽ തുക വകയിരുത്തി. ടൗൺഹാൾ, മിനി തിയേറ്റർ, ശ്രീരാമപുരം മാർക്കറ്റിന്റെ നവീകരണം, ഫിഷ് മാർക്കറ്റ്, സ്ലോട്ടർ ഹൌസ് എന്നിവയുടെ നിർമ്മാണത്തിനും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. നഗരസഭയിലെ 7 നില ഷോപ്പിംഗ് കോംപ്ലക്സ് പുതുക്കിപ്പണിയുന്നതിനും മൃഗാശുപത്രി മാറ്റി സ്ഥാപിക്കുന്നതിനും ഹോമിയോ ആശുപത്രി കെട്ടിടം പുനരുദ്ധാരണം ചെയ്യുന്നതിനും എക്സൈസ് ഓഫീസ് കെട്ടിട നിർമ്മാണത്തിനും ബജറ്റിൽ തുക വകയിരുത്തി. പുനലൂരിന്റെ സാംസ്കാരിക മേഖലയിൽ വിവിധ സംരംഭങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ബജറ്റിന്റെ ഭാഗമായി തുക വകയിരുത്തി. ആദിവാസി കലകളുടെ പ്രോത്സാഹനം, വനിതാ ശിങ്കാരിമേള കൂട്ടായ്മ, ജവഹർ ബാലഭവൻ, പുനലൂർ ബാലൻ മെമ്മോറിയൽ വായനശാല മെച്ചപ്പെടുത്തൽ, രജിസ്റ്റർ ചെയ്ത
വിവിധ വായനശാലകൾക്കും ക്ലബ്ബുകൾക്കും സഹായം എന്നിവ ഇതിന്റെ ഭാഗമായി പരിഗണിച്ചിട്ടുണ്ട്. നഗരസഭയുടെ വ്യാവസായിക പുരോഗതിക്ക് തുടക്കമെന്ന നിലയിൽ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് മൈക്രോ സംരംഭങ്ങളും ചെറുകിട വ്യവസായ യൂണിറ്റുകൾക്ക് സഹായത്തിനുമായി ബജറ്റിൽ തുക വകയിരുത്തി. ജനസേവനം സുഗമവും സുതാര്യവും കാര്യക്ഷമവുമാക്കുന്നതിനു വേണ്ടി നഗരസഭാ കാര്യാലയത്തിലെ കമ്പ്യൂട്ടർവൽക്കരണം പ്രവർത്തനക്ഷമമാക്കുന്നതിനും സേവനം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വാർഡ് തലത്തിൽ സേവാകേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനും സേവനങ്ങൾ ലിസ്റ്റ് ചെയ്യുക, പൌരാവകാശ രേഖകൾ ഡിജിറ്റലൈസ് ചെയ്യുക, ഓഫീസ് സേവനങ്ങൾ ഓൺലൈനിൽ ലഭ്യമാക്കുക, ഓൺലൈൻ പരാതി പരിഹാര സെൽ രൂപീകരിക്കുക, പുനലൂർ നഗരസഭയ്ക്ക് ISO സർട്ടിഫിക്കേഷൻ നേടിയെടുക്കുക എന്നിവ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി പോലീസും വ്യാപാരി വ്യവസായികളും സഹകരിച്ച് നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കുന്നതിനും പട്ടണത്തിൽ കൂടുതൽ സൌരോർജ്ജ LED ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനും ആവശ്യമായ തുകയും ബജറ്റിൽ വകയിരുത്തി. നഗരസഭാ കൌൺസിൽ ഹാളിൽ നടന്ന ബജറ്റ് അവതരണ ചടങ്ങിൽ മുനിസിപ്പൽ സെക്രട്ടറി ഡോക്ടർ സാംജി ഡേവിഡ്, നഗരസഭാ കൌൺസിലർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂരിന്റെ സമഗ്ര വികസനമാണ് ബഡ്ജറ്റിൽ ലക്ഷ്യമിടുന്നതെന്ന് നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ പറഞ്ഞു. ബജറ്റ് അവതരണത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുനലൂർ ശ്രീരാമവർമ്മപുരം മാർക്കറ്റിൽ സ്ലോട്ടർ ഹൌസ് സ്ഥാപിക്കുന്ന കാര്യത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ മാധ്യമപ്രവർത്തകരെ അറിയിച്ചു. അടുത്ത ബജറ്റിന് മുമ്പ് തന്നെ സ്ലോട്ടർ ഹൌസിന്റെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നും ചെയർമാൻ പറഞ്ഞു. അടുത്ത ലേലത്തിന് 2017 ആണ്ട് ലേലത്തിന് പുനലൂർ മാർക്കറ്റിലെ സ്ലാട്ടർ ഹൗസിൽ മൃഗങ്ങളെ സ്ലാട്ടർ ചെയ്ത് പുനലൂരിൽ ഇറച്ചി വിൽക്കാൻ ആവശ്യമായിട്ടുള്ള ലേല പരസ്യം ഇപ്പോൾ പുനലൂർ തൂക്കുപാലവുമായി ബന്ധപ്പെട്ട് സൗന്ദര്യവൽക്കരണം നടത്തുമെന്നും വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ പുതിയ പദ്ധതികൾ കൊണ്ടുവരുമെന്നും അദ്ദേഹം അറിയിച്ചു. നഗരത്തിൽ വെയിറ്റിംഗ് ഷെഡുകൾ സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കും. TV ജംഗ്ഷൻ, ചെമ്മന്തൂർ, KSRTC ജംഗ്ഷനുകളിൽ വെയിറ്റിംഗ് ഷെഡുകൾ സ്ഥാപിക്കും. നഗരത്തിലെത്തുന്ന യാത്രക്കാർക്ക് കുടിവെള്ളം ലഭ്യമാക്കാനും നടപടി സ്വീകരിക്കുമെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരമായി ചെയർമാൻ അറിയിച്ചു. പുനലൂർ നഗരസഭ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിച്ചതായും ഉടൻ തന്നെ ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്നും ചെയർമാൻ പറഞ്ഞു. പുനലൂരിന്റെ വികസനവുമായി ബന്ധപ്പെട്ട നിർണായകമായ എല്ലാ മേഖലകളിലും ഒരു കൗൺസിലിന്റെ തുടക്കം എന്നുള്ള നിലയിൽ ഞങ്ങൾ ഒരു പേരിട്ട് ഒരു പദ്ധതിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുക. ഇതെന്തുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ, തുടർന്നുള്ള വർഷങ്ങളിലും ഞങ്ങളുടെ കൗൺസിൽ കാലാവധി അവസാനിക്കുന്ന കാലത്തും ഇത് ചർച്ച ചെയ്യപ്പെടണം. എന്താണ് നിങ്ങളുടെ സ്പർശം എന്തായി, നിങ്ങളുടെ അയനം എന്തായി, നിങ്ങളുടെ നീരത എന്തായി എന്ന് ചോദിക്കത്തക്കവണ്ണം ഒരു പദ്ധതിയായിട്ട് പ്രഖ്യാപിക്കുക എന്ന് പറയുന്ന വെല്ലുവിളി തന്നെ ഞങ്ങൾ ഏറ്റെടുത്തതാണ്. ഇതര കുടിവെള്ള പദ്ധതികളുടെ വെള്ളം പുനലൂർ നഗരസഭയ്ക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്ന് പറയുന്നതിനെ മാറി മാറി വന്ന സർക്കാരുകൾ അംഗീകരിച്ചിട്ടില്ല. അംഗീകരിക്കാഞ്ഞത് എന്തുകൊണ്ടാണ്? അവർ പറഞ്ഞ ന്യായം, ഈ പദ്ധതി ഡിസൈൻ ചെയ്തപ്പോൾ ഇതിൽ 14 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയുമാണ് ഉണ്ടായിരുന്നത്. നമ്മൾ കാര്യകാരണ സഹിതം ജപ്പാൻ കുടിവെള്ള പദ്ധതിക്കാരുമായിട്ട് സംസാരിച്ച് 20 വർഷത്തിന് ശേഷം ഉള്ള റിക്വയർമെൻ്റായി വെള്ളം, അവരുടെ മൊത്തം കപ്പാസിറ്റി. അപ്പം 10 വർഷമെങ്കിലും ഇവിടെ വെള്ളം എക്സസ് ഉണ്ടോ എന്ന് നമ്മൾ ഒരു പേപ്പർ ഉണ്ടാക്കിച്ച് അവരെ കൊണ്ട് ഇവിടെ വെള്ളം എക്സസ് ഉണ്ട് എന്ന് പറഞ്ഞ റിപ്പോർട്ട് എഴുതി കൊടുപ്പിച്ചപ്പോഴാണ് ബോർഡിന് ആ എക്സസ് വെള്ളം 10 വർഷത്തേക്ക് മുനിസിപ്പാലിറ്റി കൊടുക്കാൻ തീരുമാനിച്ചു. ഇങ്ങനെ ഇവിടെയും പത്തനാപുരത്തെ നമ്മുടെ കുരിയോട്ടുമല പദ്ധതിയിലും ഇതേപോലെയാണ്. വിനോദസഞ്ചാര മേഖലയിലെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നഗരസഭ പ്രഖ്യാപിക്കുന്ന ഒരു പദ്ധതി തന്നെ. അതിലെ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട, കല്ലടയാറിന്റെ വാക്വേ, ബോട്ട് സർവീസ്, തൂക്കുപാലത്തുമായി ബന്ധപ്പെട്ട ബ്യൂട്ടിഫിക്കേഷൻ പ്രവർത്തനങ്ങളുടെ നിർമ്മാണം ഈ വർഷം ആരംഭിക്കും. നമുക്കൊരു വിപുലമായ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി അതിൻ്റെ ഫൈനാൻഷ്യൽ, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സംബന്ധിച്ച ഒരു പദ്ധതി രൂപീകരണം നമുക്ക് നടത്താൻ കുറച്ച് സമയമെടുക്കും എന്നുള്ളതുകൊണ്ട് ഈ ഒരു വർഷം കൊണ്ട് പൂർണ്ണമായി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോജക്റ്റ് തന്നെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ കാര്യത്തിൽ നമ്മൾ നടത്താം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരത്ത് കാർഷിക പദ്ധതിക്ക് തുടക്കമായി. പത്തനാപുരം പോലീസ് സ്റ്റേഷൻ പരിസരത്ത് ആരംഭിച്ച പദ്ധതി പത്തനാപുരം MLA KV ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ചെറിയ കാര്യങ്ങൾക്ക് പോലും മന്ത്രിമാർ ഉദ്ഘാടന മാമാങ്കം നടത്തുകയാണെന്നും പൊതുജനാവശ്യത്തിന് തുക വിനിയോഗിക്കാറില്ലെന്നും ഭരണം അവസാനിക്കാൻ പോകുന്ന സമയത്ത് പോലും മുഖ്യമന്ത്രി പുതിയ സ്റ്റാഫിനെ നിയമിച്ചിരിക്കുകയാണെന്നും ഗണേഷ് കുമാർ ആരോപിച്ചു. പുതിയ അഡ്വൈസറായിട്ട് നിയമിച്ചിട്ടുണ്ട്. ഇന്ന് ക്യാബിനറ്റ് റാങ്കോടെ
മുഖ്യമന്ത്രിക്ക് എത്ര ദിവസത്തേക്ക് ഇലക്ഷൻ നാളെ മറ്റന്നാളെ പ്രഖ്യാപിക്കും. 1-ാം തീയതി 2-ാം തീയതി ഇലക്ഷൻ പ്രഖ്യാപിക്കും എന്നുള്ളതായിട്ട് ഒരു 3-ാം തീയതിക്ക് അപ്പുറം പോകത്തില്ലെന്നാ പറയുന്നത്. എഴുപത്തില്ല. ഏതായാലും കൊള്ളാം, നല്ലത് തന്നെ. പണമൊന്നും അധികം ദൂരത്തടിക്കാൻ പോലീസ് സ്റ്റേഷനിലെ വണ്ടിയിൽ ഡീസൽ അടിക്കാൻ പൈസ ഉണ്ടോ എന്ന് CIയുടെ മുഖത്ത് നോക്കി ചോദിച്ചാൽ അദ്ദേഹം കുഞ്ഞിരിക്കും. അതുകൊണ്ട് ഇപ്പൊ കയ്യിൽ നിന്ന് പണ്ട് പരാതി എക്സൈസുകാർക്ക് ഷാപ്പ് മുതലാളിമാരായിരുന്നു ഡീസൽ അടിച്ചു കൊടുക്കുന്നത്. ഇതിപ്പോ അതില്ല, അങ്ങനെ ശല്യമില്ല. അവർക്ക് നിവർത്തിയില്ല, മറ്റവർക്ക് നിവർത്തിയില്ലാതായി, ഭാഗവർക്ക് നിവർത്തിയില്ലാതായ ആ ഒരു സ്റ്റോഴ്സ് അങ്ങ് പോയി. പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എച്ച് നജീബ് മുഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് എസ് വേണുഗോപാൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി ഷാജഹാൻ, പത്തനാപുരം CI സ്റ്റുവർട്ട് കീലർ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അലിനി ആന്റണി, പത്തനാപുരം SI രാഹുൽ രവീന്ദ്രൻ, കൃഷി ഓഫീസർ AJ സുനിൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാജു, രത്നമ്മ തുടങ്ങിയവർ സംസാരിച്ചു. പോലീസ് സ്റ്റേഷൻ പരിസരത്തെ 1 ഏക്കർ ഭൂമിയിലാണ് വിവിധ കൃഷികൾ നടത്തുന്നത്. കൃഷിഭവനും ജനമൈത്രി പോലീസും പഞ്ചായത്തും സംയുക്തമായാണ് കൃഷി നടത്തുന്നത്. വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാനാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. Pushpagreel Central School, Edaman 34, managed by Pushpagreel Educational and Charitable Trust. Situated in the lap of Tenmala, India's first planned ecotourism destination, the school follows CBSE curriculum. Its prime importance is inculcating discipline and self-confidence among students with a view to emerge as global leaders. Most advanced and modern methods of teaching and learning, well-qualified teachers, fully fledged laboratory, modern computer lab, and a library. A wide green campus with architectural designed building. With the help of smart class, students learn by watching visual and animation. Pushpagreel Happy Kids is a home away from home. In Pushpagreel Happy Kids, children play, learn and grow together. It is the first and only CBSE affiliated school in Tenmala and Aringao Panchayat. Bus facilities are available in a radius of 25 kilometers. Pushpagreel Central School, Edaman 34, managed by Pushpagreel Educational and Charitable Trust. SMV Herbal Remedies Private Limited, കുന്നിക്കോട്. ആയുർവേദ ഔഷധ നിർമ്മാണ രംഗത്ത് 60 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം, 17ഓളം പേറ്റന്റ് പ്രോഡക്റ്റുകൾ, അത്യാധുനിക യന്ത്ര സജ്ജീകരണങ്ങളോട് കൂടിയ പ്രവർത്തനം. GMB ISO സർട്ടിഫിക്കറ്റുകൾ നേടിയ പ്രമുഖ സ്ഥാപനം. അൾസർ, വാദം, രക്തസമ്മർദ്ദം തുടങ്ങി എല്ലാവിധ വ്യാധികൾക്കും ഉത്തമ ഔഷധങ്ങൾ. എല്ലാ കഷായങ്ങളുടെയും ക്യാപ്സ്യൂളുകൾ ലഭ്യമാണ്. ഔഷധ നിർമ്മാണ രംഗത്ത് കിഴക്കൻ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സ്ഥാപനം SMV Herbal Remedies Private Limited, കുന്നിക്കോട്. ഫോൺ 0475232533. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 15 കോടിയിൽ പരം രൂപയുടെ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. 1-ാം സമ്മാനം 1 കിലോ സ്വർണവും 1 സെലീരിയോ കാറും. 2-ാം സമ്മാനം 1/2 കിലോ സ്വർണം. 3-ാം സമ്മാനം 1/4 കിലോ സ്വർണം വീതം 2 ഭാഗ്യശാലികൾക്ക്. 4-ാം സമ്മാനം 4 സെലീരിയോ കാറുകൾ 4 ഭാഗ്യശാലികൾക്ക്. 5-ാം സമ്മാനം 50,000 രൂപ വീതം 56 ഭാഗ്യശാലികൾക്ക്. എല്ലാ കൂപ്പണും ഉറപ്പ് സമ്മാനങ്ങൾ. ഈ ഓഫർ ഡിസംബർ 1 മുതൽ ജനുവരി 15 വരെ മാത്രം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ്, SBT ATM സമീപം, KO എബ്രഹാം ബിൽഡിംഗ്, പത്തനാപുരം. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്.
എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. Kamal Engineering College, established in 2002, is a leading self-financing private co-educational institution under the Kamal Educational Trust, owned and managed by the Believers Church. An ISO 9001-2008 certified Christian minority institution approved by AICTE and affiliated to Mahatma Gandhi University. The engineering courses offered here: civil engineering, computer science and engineering, electrical and electronics engineering, electronics and communication engineering, information technology, mechanical engineering, BTech regulations, BTech syllabus. MTech courses offered here: MTech in communication engineering, MTech in computer science and engineering. Department of Management Studies offers the MPA program shall be spread over 2 years duration with 4 semesters. The course is affiliated to Mahatma Gandhi University, Kottayam, Kerala. ഹോളി മാസ് സെൻട്രൽ സ്കൂൾ, ഇടമൺ. വിദ്യാഭ്യാസത്തിൽ കമ്പ്യൂട്ടർ ടെക്നോളജിയുടെ പ്രാധാന്യം മനസ്സിലാക്കി കമ്പ്യൂട്ടർ ടീച്ചിംഗ്, മികച്ച സൂപ്പർവിഷൻ ആൻഡ് ഗൈഡൻസ്, അഫോർഡബിൾ ഫീസ്, ഫ്രീ ആൻഡ് സ്പെഷ്യൽ ട്യൂഷൻ ഫോർ ദ ബാക്ക്വേർഡ്. എല്ലാ റൂട്ടിലേക്കും സ്കൂൾ ബസ് സൗകര്യവും പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ അധ്യാപകരുടെ അധ്യാപനം. പുതിയ കരിക്കുലം അനുസരിച്ച് കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി എന്നിവ അനായാസം കൈകാര്യം ചെയ്യുവാനുള്ള ലാംഗ്വേജ് ലാബ്. കുട്ടികളെ ഓൾറൗണ്ടേഴ്സ് ആക്കുക എന്ന ലക്ഷ്യത്തോടെ ആർട്സ് ആൻഡ് സ്പോർട്സ്, കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസ്, സ്മാർട്ട് ക്ലാസ് എന്നിവ ഞങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്കായി ഉറപ്പു നൽകുന്നു. Classes started for LKG to all classes. Come in to learn. Go out to serve. Holy Mass Central School, Idaman. Phone 0475 233 6051 94472 47563. തോട്ടം തൊഴിലാളികൾ കൂലി വാങ്ങുന്നത് സമ്പാദ്യം വർദ്ധിപ്പിക്കാനല്ലെന്നും കുടുംബം പോറ്റാനാണെന്നും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MM മണി തെന്മലയിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിലാളികളുടെ അധ്വാനത്തിൽ സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നത് തോട്ടമുടമകളാണെന്നും MM മണി ആരോപിച്ചു. അവർക്ക് കൊടുത്തു കളയാം എന്ന് ഒരു തോട്ട ഉടമയും ഇന്നേ വരെ ചിന്തിച്ചിട്ടില്ല, കൊടുത്തിട്ടും ഇല്ല. അതുകൊണ്ട് ഇതിന്റെ കാര്യമെല്ലാം തോട്ട ഉടമകൾ നമ്മളോട് സംസാരിക്കാറുണ്ട്, എന്നോടും സംസാരിക്കാറുണ്ട്. ഞാൻ അവരോട് പറയുന്നതാണ്, അവരിപ്പോ പറയുന്നൊരു മട്ടെന്ന് പറഞ്ഞാല് തൊഴിലാളികളെല്ലാം ചുമ്മാ പണിയെടുത്ത് കൊടുക്കണം, എന്നിട്ട് അതിന്റെ ലാഭവും നിങ്ങളുടെ കൂലി അവരുടെ ഭാര്യമാരും പിള്ളേരും കൂടി അനുഭവിക്കണം എന്ന മട്ടിലാണ് അവരിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങനെ തന്നെ ചിലരോട് ചോദിച്ചിട്ടുമുണ്ട്. തൊഴിലാളിക്ക് കൂലി കൊടുക്കുന്നത് എന്തിനാ? വീട്ടിൽ കൊണ്ട് സമ്പാദിക്കാനാ? ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനാണോ? അരി, ഉപ്പും, മുളകും, പച്ചക്കറിയും പലവ്യഞ്ജനവും മേടിക്കാനാ? കാരണം ഭക്ഷണം കഴിക്കണം. ഭക്ഷണം തന്നെ കഴിച്ചാൽ പോരാ, കുട്ടികളുണ്ട്, അവരെ നോക്കണം, ഭാര്യയ്ക്ക് കൊടുക്കണം, അച്ഛനും അമ്മയുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കണം, വൈദ്യസഹായം വേണ്ടവരുണ്ട്, അത് ചെയ്യണം. ഇതിനല്ലേ? അല്ല വേറെ എന്തിനാ തൊഴിലാളിക്ക് കൂലി കൊടുക്കുന്നത്? തൊഴിലാളിയുടെ കൂലി എന്ന് പറയുന്നത് ജീവിതം നിലനിർത്താൻ വേണ്ടിയാണ്. നാളെ അധ്വാനിക്കണമെങ്കിൽ ആരോഗ്യം നിലനിൽക്കണം, ആരോഗ്യം നിലനിൽക്കണമെങ്കിൽ ഭക്ഷണം കഴിക്കണം, ഭക്ഷണം കഴിക്കണേ അതിനുള്ള കാശ് വേണം. അതല്ലേ? അതാണ് പ്രശ്നം. അല്ല വേറെ എന്നാ ലാഭം ഉണ്ടാക്കാനാ? നിങ്ങളെല്ലാം തോട്ടം തൊഴിലാളികളെല്ലാം കൂലി മേടിച്ചുകൊണ്ടേ ബാങ്കിലിടുക. എവിടെ ഏതേലും നില രക്ഷപ്പെടുന്നുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ മുതലാളിമാര് പറയുന്നത് കേട്ടാ തോന്നും അവരുടെ ഒരു കഷ്ടപ്പാടും ദുരിതവും. നിങ്ങളുടെ കഷ്ടപ്പാടും ദുരിതവും ഇല്ല, നിങ്ങൾ ഏതാണ്ട് സമ്പാദിക്കുകയാണെന്നുള്ള മട്ടിലാണ് പ്രിയമുള്ളവര് അവരുടെ നിലപാടെന്നാണ്.
ഞായറാഴ്ച വൈകിട്ട് 4-ന് തെന്മല ജംഗ്ഷനിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിര്യാതനായ തെന്മല മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവും ആദ്യകാല CPM നേതാവുമായ ആർ ഗോപിയുടെ അനുസ്മരണ പരിപാടിയാണ് CPM സംഘടിപ്പിച്ചത്. ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രധാനമായും തോട്ടം തൊഴിലാളികളുടെ വിഷയങ്ങൾ അവതരിപ്പിച്ച MM മണി റബ്ബർ കർഷകരുടെ വിഷയങ്ങളും ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചു. തൊഴിൽ മന്ത്രി ഷിബു ബേബി ജോൺ ഉൾപ്പെടെയുള്ളവരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു. ഗവൺമെന്റ് അവരുടെ മേൽ സമ്മർദ്ദം ചെലുത്തുകയില്ല. ഗവൺമെന്റ് തോട്ട ഉടമകളുടെ കൂടെയാണ്. ഷിബു ബേബി ജോണ് തോട്ട ഉടമയുടെ കൂടെയാണ്. ഷിബു ബേബി ജോൺ മാത്രമല്ല, ഷിബു ബേബി ജോണിന്റെ പിതാവുള്ളപ്പോഴും അവരെന്നും പുള്ളിയും RSP വിപ്ലവ പാർട്ടി വിപ്ലവം എന്നൊക്കെ പറയുമെങ്കിലും പുള്ളിയും പ്രിയമുള്ളവര് എന്നും മുതലാളിമാരുടെ കൂടെയായിരുന്നു ബേബി ജോണ്. ആ മാർഗമാണ് ഇപ്പൊ ഷിബു ബേബി ജോണും സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് നമ്മളെടുത്തു. 17 ദിവസത്തെ പണിമുടക്കുകൊണ്ടാണ് പ്രിയമുള്ളവര് കൂലി വർധനമുണ്ടായത്. അപ്പം ഷിബു ബേബി ജോൺ പറഞ്ഞു നോട്ടിഫിക്കേഷൻ ഇറക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഡിസെൻഡിങ് നോട്ടുണ്ട്, അതിനോട് എതിർപ്പുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അതിനോട് യോജിപ്പില്ലെന്ന് പറഞ്ഞു. അതാണ് തമാശ പറയല്ല. അതുകൊണ്ട് ശക്തിയായ നിലപാട് നമ്മളെടുത്തു. ഇയാള് യഥാർത്ഥത്തിൽ നോട്ടിഫിക്കേഷന്റെ കോപ്പിയും തയ്യാറാക്കിക്കൊണ്ട് അന്ന് PLC മീറ്റിംഗിന് വന്നത് തന്നെ. എന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏലത്തിനകത്തെ തേയിലയ്ക്കകത്തെ തൊഴിലാളിക്ക് ഇപ്പം വന്നിരിക്കുന്ന നഷ്ടം ഒരു 10,700 രൂപ ഒരു തൊഴിലാളിക്ക് നഷ്ടം വരുമെന്ന് 6 മാസത്തെ വെട്ടിക്കുറച്ചു. റബ്ബറിന്റെ എന്തേരം വന്നു നിങ്ങൾ കണക്ക് കൂട്ടിയോ? കൂട്ടി. അതാണ്. എന്നിട്ടോ ഉമ്മൻചാണ്ടി ഏതാണ്ട് ഒലത്തിയെന്നാ പറയുന്നത്. എന്ത് 17 വർഷം പോരാടിയിട്ട് പ്രക്ഷോഭണം നടത്തി വലിയ പോരാട്ടം നടത്തിയിട്ടാണ് ഒരു ശമ്പള കരാർ ഉണ്ടാക്കിയത്. അത് തന്നെ പരിമിതമായ വർധനമാണ് ഉണ്ടാക്കിയത്. എന്നിട്ടോ ഉമ്മൻചാണ്ടി അയ്യോ പുള്ളി മഹാനുഭാവനല്ലേ, അയ്യോ കരിഞ്ഞരുളിയില്ലേ. ചുമ്മാ ഒരുമാതിരി വർത്തമാനം പറയുന്നതിന് നാണോ മാനോ ഇല്ലാത്തവന്മാര്. അതല്ലേ യഥാർത്ഥത്തില് 10,700 പരം കോടി രൂപ ഒരു തൊഴിലാളിക്ക് നഷ്ടം വരുത്തിയിരിക്കുകയാണ് ഷിബു ബേബി ജോണും ഉമ്മൻചാണ്ടി എല്ലാരും കൂടി. തമാശ പറയല്ല. INTUCയുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരതിന് ഉത്തരം പറയേണ്ടതുണ്ട്. എവിടെ, എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, അതിനെന്നാ കിട്ടി, ഉമ്മൻചാണ്ടിക്ക് എന്ത് കിട്ടി, ഷിബു ബേബി ജോണിന് എന്ത് കിട്ടി എന്നാണ് പറയേണ്ടത്. അവരെ കൊണ്ട് പറയിപ്പിക്കണം പ്രിയമുള്ളവര്. CITUവിലെ തൊഴിലാളി സഖാക്കൾ പിന്നെ മറ്റ് ട്രേഡ് യൂണിയനുമായി യോജിക്കാൻ കഴിയുന്നവരെല്ലാമായി യോജിച്ച് ഇതൊരു പ്രശ്നമായി തന്നെ ഈ നാട്ടിൽ ഉയർത്തിക്കൊണ്ടുവരണം എന്നാണ്. അനുസ്മരണ പരിപാടിക്ക് CPM ഏരിയ കമ്മിറ്റി അംഗം R സുരേഷ് അധ്യക്ഷത വഹിച്ചു. CPM തെന്മല ലോക്കൽ കമ്മിറ്റി അംഗം VS മണി സ്വാഗതം പറഞ്ഞു. CPM നേതാക്കളായ S ജയമോഹൻ, S ബിജു, ജോർജ് മാത്യു, T ചന്ദ്രാനന്ദൻ, ശ്രീനിവാസൻ, R പ്രദീപ്, മത്തായി തുടങ്ങിയവർ സംസാരിച്ചു. അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കാൻ നിരവധി CPM പ്രവർത്തകരും അനുഭാവികളും തെന്മലയിൽ എത്തിച്ചേർന്നിരുന്നു. MM മണിയുടെ രാഷ്ട്രീയ പ്രസംഗം പാർട്ടി പ്രവർത്തകർക്ക് ആവേശം പകരുകയും കിഴക്കൻ മലയോര മേഖലയിൽ വരും ദിവസങ്ങളിൽ ചർച്ചയാവുകയും ചെയ്യുമെന്നാണ് കരുതുന്നത്. ന്യൂസ് ബ്യൂറോ, തെന്മല. പിറവന്തൂർ ഗുരുദേവ ഹൈസ്കൂളിന്റെ 52ാമത് വാർഷികവും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. ചടങ്ങ് പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS ശശികല ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് V മനോജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS ശശികല ഉദ്ഘാടനം ചെയ്തു. അൺഎയ്ഡഡ് സ്കൂളുകളുടെ അതിപ്രസരം നമ്മുടെ എയ്ഡഡ് സ്കൂളുകളെയും ഗവൺമെന്റ് സ്കൂളുകളെയും ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള ധാരാളം യുവതി യുവാക്കൾ നല്ല വിദ്യാഭ്യാസം ലഭിച്ചിട്ടും സ്കൂളുകളിൽ പ്രവേശനം, അധ്യാപകരായി പ്രവേശനം ലഭിക്കാനാവാതെ അവരുടെ ഭാവി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. എങ്കിൽ പോലും നമ്മുടെ സർക്കാരുകൾ മാറി മാറി വരുന്ന സർക്കാരുകൾ കോളേജുകളോ അല്ലെങ്കിൽ TTC സ്കൂളുകളോ നിർത്തലാക്കുന്നില്ല. അപ്പൊ ഈ അധ്യയനത്തിൽ ധാരാളം അഭ്യസ്ത വിദ്യർ തൊഴിൽ അന്വേഷിച്ച് മറ്റ് കുറഞ്ഞ ശമ്പളത്തിൽ മറ്റ് സ്കൂളുകൾ, അൺഎയ്ഡഡ് സ്കൂളുകളിൽ കാര്യം കഴിക്കുമ്പോൾ ഇങ്ങനെ വീണ്ടും 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 അഭ്യസ്ത വിദ്യരായ ആളുകളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം നമ്മുടെ ഈ വിദ്യാഭ്യാസ നിലവാരം തന്നെ അധപതിച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ് നാം ഇന്ന് നേരിടുന്നത്. പ്രമുഖ വിദ്യാഭ്യാസ നിരൂപകൻ ഡോക്ടർ MM ബഷീർ മൗലവി മുഖ്യപ്രഭാഷണം നടത്തി.
your children that they are stupid. Try to believe them, they are smart. കുഞ്ഞുങ്ങൾ ഒരിക്കലും മണ്ടന്മാരാണ്, മണ്ടികളാണെന്ന് ഒരിക്കലും അവരോട് പറയരുത്. തിരുവാടി മണ്ടനാണെങ്കിലും മണ്ടനാണെന്ന് പറയരുത്. മക്കളെ നീ നല്ല വിളിക്കാനാണ് വിളിക്കാതെ പറയാവൂ. അത് പോസിറ്റീവ് സാഹചര്യം. മണ്ടൻ മണ്ടി 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 കഴുതയെ വിളിച്ചുകൊണ്ടിരുന്നാൽ അവരൊരിക്കലും അതിന് മുകളിലേക്ക് വരാൻ ശ്രമിക്കുകയില്ല. രക്ഷാകർത്താക്കൾ കുറവായതുകൊണ്ട് ഞാൻ ഇത്രയധികം കൊടുക്കുന്നുള്ളൂ ഡോസ്. കേട്ടവർ ബാക്കിയുള്ളവരോട് പറഞ്ഞു കൊടുത്താൽ. സ്കൂൾ മാനേജർ വി ഉല്ലാസ് രാജ് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകളും ക്യാഷ് അവാർഡുകളും വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം എസ് നിഖിൽ, പുനലൂർ SN കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ആതിര ഷാജി, ഹെഡ്മാസ്റ്റർ വി മോഹൻരാജ്, SRG കൺവീനർ ലീന, സുഗതാനന്ദൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കാഞ്ഞിരമല കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായി. MLA അഡ്വക്കേറ്റ് കെ രാജുവിന്റെ ഫണ്ടിൽ നിന്നുള്ള 30 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. കാഞ്ഞിരമല വാർഡിന്റെ ചിരകാല അഭിലാഷമാണ് കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനത്തോടെ യാഥാർത്ഥ്യമായത്. കാഞ്ഞിരമല എബനേസർ ഹൌസിൽ ജേക്കബ് സാമുവൽ സൌജന്യമായി നൽകിയ സ്ഥലത്താണ് കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. തിങ്കളാഴ്ച വൈകിട്ട് 5-ന് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ വർണ്ണാഭമായ ഘോഷയാത്രയോടെയാണ് ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിച്ചത്. കാഞ്ഞിരമല കുടിവെള്ള പദ്ധതി ഏതാനും വികസന മുന്നേറ്റങ്ങൾക്ക് കരുത്തു തന്ന ജനകീയ വികസന നായകൻ അഡ്വക്കേറ്റ് കെ രാജുവിന്റെ പ്രാദേശിക വികസന ഫണ്ട്. പുനലൂർ MLA അഡ്വക്കേറ്റ് കെ രാജു കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വളരെ ആവേശത്തോടുകൂടി, വളരെ ഉത്സാഹത്തോടുകൂടി, വളരെ സന്തോഷത്തോടുകൂടി നിങ്ങളിവിടെ നടത്തിയ ഘോഷയാത്രയും അതുപോലെ തന്നെ നിങ്ങളുടെ ഇവിടുത്തെ പങ്കാളിത്തവും എല്ലാം ഇത് എത്രമാത്രം പ്രയോജനകരമായിട്ടുള്ള അല്ലെങ്കിൽ എത്രമാത്രം ആവശ്യം ഉണ്ടായിരുന്ന ഒരു സംഗതിയാണ് എന്നുള്ളത് വെളിപ്പെടുത്തുന്നതാണ്. പലതരത്തിലുള്ള സാങ്കേതിക കാരണങ്ങളാലാണ് നേരത്തെയും ആരും പരിശ്രമിച്ചിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ ഈ കുടിവെള്ള പദ്ധതി വരാതിരുന്നത് പലതരത്തിലുള്ള സാങ്കേതികമായിട്ടുള്ള വൈഷമ്യങ്ങൾ കൊണ്ടാണ്. ഇവിടേക്ക് വെള്ളം പമ്പ് ചെയ്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് മുസാവരിയിൽ നിന്ന് വരുമ്പോൾ സത്യത്തിൽ ഈ കുന്നംപുറത്തേക്ക് വെള്ളം വരുമോ? ഇവിടെ ഒരു ടാങ്ക് സ്ഥാപിച്ചാൽ അതിനകത്തേക്ക് വെള്ളം എത്തുമോ? തുടങ്ങിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം, സാങ്കേതിക പ്രശ്നമാണ് അതുണ്ടായിരുന്നത്. ഈ മുനിസിപ്പൽ മേഖലയിലെ പ്രത്യേകിച്ചും ഈ പടിഞ്ഞാറൻ പ്രദേശത്തെ ഏറ്റവും ഉയർന്ന പ്രദേശമാണ് ഈ കാഞ്ഞിരമല കുടിവെള്ള പദ്ധതി നിലകൊള്ളുന്ന ഈ പ്രദേശം. പലപ്പോഴും നമ്മുടെ മുനിസിപ്പൽ കൗൺസില് മഴക്കാലത്ത് പോലും വെള്ളം ലോറിയിൽ ഇവിടെ എത്തിച്ചാണ് ഈ നാട്ടുകാരുടെ ആവശ്യം നിർവഹിക്കപ്പെടുന്നത് എന്നുള്ളത് സത്യത്തിൽ അത് ഒരു പലർക്കും അറിയാൻ വയ്യാത്ത, ഈ പ്രദേശത്തും മുനിസിപ്പാലിറ്റിയിലുള്ളവർക്കും അല്ലാതെ മറ്റുള്ളവർക്ക് അറിയാൻ വയ്യാത്ത ഒരു വലിയ ഒരു സത്യമാണ്. നഗരസഭാ ചെയർമാൻ MA രാജഗോപാലിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ കുടിവെള്ള പദ്ധതിക്കായി സൌജന്യമായി സ്ഥലം നൽകിയ ജേക്കബ് സാമുവലിനെ ആദരിച്ചു. വാർഡ് കൌൺസിലർ R വിനയൻ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ K പ്രഭ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V ഓമനക്കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ്, ഷെഹനാസ്, ലാക്മി, ആറ്റിക്സ് ഡാസ്ലർ, മെബ്ലിൻ, നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ ലേഡീസ് ബാഗുകൾ, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ് ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻ. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു.
സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. പവിഴം ഗോൾഡ് 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. 5 സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. ഇടമൺ ആയിരവല്ലി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. മാവേലിക്കര സുരേഷ് ഭട്ടതിരിപ്പാലാണ് യജ്ഞാചാര്യൻ. നമ്മളെല്ലാം പലതരത്തിലുള്ള പ്രകടനങ്ങളും പ്രഹസനങ്ങളും ഭഗവാന്റെ തിരുമുമ്പാകെ ഭക്തരാണെന്ന് പറഞ്ഞ് കാഴ്ചവെക്കുമ്പോൾ ഭക്തിയുടെ ആദ്യ മാർഗം എന്താണെന്ന് ഒരുപക്ഷെ നമ്മൾ വിസ്മരിച്ചു പോവുകയാണ്, മറന്നു പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം തന്നെ ശ്രവണമാണ്. ഭക്തിയുടെ ഒന്നാമത്തെ മാർഗം പോലും ശ്രവണമാണ്. ഈ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നടക്കുമ്പോൾ കഴിയുന്നത്രയും സമയം യജ്ഞസന്നിധിയിൽ എത്തിച്ചേർന്ന് ശ്രവണം എന്ന് പറയുന്ന ഭക്തിയുടെ ഒന്നാം മാർഗത്തിലേക്ക് കടക്കുവാൻ നമ്മൾ പരമാവധി ശ്രമിക്കണം. 1,00,000 രൂപ നമ്മൾ അമ്പലത്തിന് സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും ഭക്തിയുടെ ഒന്നാം മാർഗം ശ്രവണം തന്നെയാണ്. ഈ ശ്രവണത്തിന് കഴിയുന്നത്രയും സജ്ജനങ്ങൾ യജ്ഞവേദിയിൽ എത്തിച്ചേർന്നെങ്കിൽ മാത്രമേ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ. പ്രത്യേകിച്ച് ആചാര്യം പറഞ്ഞിരിക്കുന്നത്, ഈ കഥ കേൾക്കുന്നവർക്കും കേൾപ്പിക്കും ജനത്തിനും പാരായണക്കാരായ ഞങ്ങൾക്ക് പോലും രണ്ടാമതാണ് ഭഗവാൻ അനുഗ്രഹം നൽകുന്നത്. അത് പ്രത്യേകം ഓർക്കുക. അപ്പൊ ഒന്നാം സ്ഥാനം ബഹുമാനപ്പെട്ട ഭക്തജനങ്ങൾക്കാണ്. ഭഗവാന്റെ സപ്താഹയജ്ഞം നടക്കുമ്പോൾ എപ്രകാരം ഇതിന്റെ അനുഗ്രഹം സ്വീകരിക്കാം എന്നൊന്ന് മനസ്സിലാക്കുക. അതിൽ ഏറ്റവും പ്രധാനം ശ്രവണം തന്നെയാണ്. ഇവിടെ നടക്കുന്ന ഭാഗവത കഥകൾ കേൾക്കുവാൻ നമ്മൾ പരമാവധി സമയം കണ്ടെത്തി ശ്രവണം എന്ന ഭക്തിയുടെ ഒന്നാം മാർഗത്തിൽ കൂടി കടന്ന് ആത്മനിവേദനം എന്ന് പറയുന്ന 9ാമത്തെ മാർഗത്തിൽ എത്തിച്ചേരാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഉപാധി കൂടിയാണ് കരികാലത്തെ ഈ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം. പുനലൂർ DYSP S മധുസൂദനൻ യജ്ഞത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്ക് മാനസികമായിട്ടുള്ള വിഷമങ്ങൾ തീർക്കാൻ എവിടെ നമുക്ക് ഒരു ആശ്രയം കിട്ടും, അങ്ങോട്ട് പോകുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ആയിരക്കണക്കിന് അമ്പലങ്ങളാണ് കേരളത്തിലുള്ളത്. ഈ അമ്പലങ്ങളെല്ലാം ഒരു കാലഘട്ടത്തിൽ അതിന്റെ ജീർണത അനുഭവിച്ച ശേഷം ഇപ്പോ അടുത്ത ഒരു 10 വർഷമായിട്ട് ഈ അമ്പലങ്ങളെല്ലാം ഏറ്റെടുത്ത് നാട്ടുകാർ തന്നെ അതിനെ പുനരുദ്ധരിച്ച് കൊണ്ടുവരുന്ന ഒരു അവസ്ഥയിലേക്ക് വീണ്ടും എത്തിയിട്ടുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് നമ്മൾ വീണ്ടും ആശ്രയമായി മാനസിക പിരിമുറുക്കം മാറ്റാൻ വേണ്ടി അമ്പലങ്ങളിലേക്ക് എത്തപ്പെട്ടു എന്നുള്ളതാണ്. കെട്ടിടങ്ങളും ഫ്ളാറ്റുകളും കെട്ടിപ്പൊക്കാൻ ആൾക്കാർ ധൃതി കാണിക്കുന്ന സമയത്ത് കാവുകളും ക്ഷേത്രക്കുളങ്ങളും ഒക്കെ നികത്തി അതിന്റെ മുകളിൽ വീട് വയ്ക്കുന്ന ഒരു സമയത്തും ഏകദേശം 3 ഏക്കറിലധികം വസ്തു ക്ഷേത്രത്തിന്റെ കാവായിട്ട് സൂക്ഷിക്കാനും പരിസ്ഥിതിക്ക് അനുയോജ്യമായ രീതിയിൽ ഇവിടുത്തെ അന്തരീക്ഷം കൊണ്ടു നടക്കാനും ഇവിടെ ആചാര്യന്മാര് ഭാവി ജീവിതത്തില് മാനസികമായിട്ട് നിങ്ങളുടെ പിരിമുറുക്കം മാറ്റാനുള്ള ചില നുറുക്ക് കഥകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരും. അതെല്ലാം വളരെ ശ്രദ്ധാപൂർവം നിങ്ങളുടെ മക്കളോടൊപ്പം അതിരുന്ന്
അത് കേൾക്കാനും ശ്രവിക്കാനും ഒക്കെ ഉള്ളൊരു സംവിധാനം, മാനസികമായിട്ടുള്ള അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. കാരണം രാമായണത്തിലെയും മഹാഭാരതത്തിലെയും ഒക്കെ കഥകളും അതിന്റെ ഉപകഥകളും ഒക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയില്ല. അവരെല്ലാം അത് കാണുന്നത് ചെറിയ ചെറിയ കുഞ്ഞു ടി വി എന്നൊക്കെ പറയുന്ന ടി വിക്കകത്തൂടെയാണ്. അപ്പൊ അതിനകത്ത് അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനും പഠിക്കാനും ഒക്കെ ഉണ്ട്, നമുക്ക് മനസ്സിലാക്കാനും. തിങ്കളാഴ്ച രാവിലെ 6:30 ഗ്രന്ഥ നമസ്കാരം, 7 ഭാഗവത പാരായണം, 9:30 കവിലോപദേശം എന്നിവയും നടന്നു. ഉച്ചയ്ക്ക് 1 അന്നദാനവും ഉണ്ടായിരുന്നു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12 ആചാര്യ പ്രഭാഷണം, വൈകുന്നേരം 5 പാരായണ സമർപ്പണം, യജ്ഞശാലയിൽ സമൂഹ പ്രാർത്ഥന, കീർത്തനാലാപനം എന്നിവയും നടക്കും. മാർച്ച് 6 സപ്താഹയജ്ഞം സമാപിക്കും. യജ്ഞത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ SNDP ശാഖാ പ്രസിഡന്റ് ദിലീപ് വി നന്ദനം അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഉദയകുമാർ സ്വാഗതം പറഞ്ഞു. ഭാരവാഹികളായ S സുനിൽ, പ്രകാശ്, N പ്രസാദ്, D കമലാസനൻ, N ഉല്ലാസ്, R രാജീവ്, ശിവാനന്ദൻ, MK വിജയകുമാർ, B അജിമോൻ, അജിത് സുരേന്ദ്രൻ, രോഹിത് മോഹനൻ, ശാന്ത രവീന്ദ്രൻ, ബീന മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ച് 7 ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവവും നടക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഇനി ബിസിനസ് വാർത്തകൾ. പുനലൂർ ചെമ്മന്തൂർ ചൌക്ക റോഡിൽ ബൈക്ക് പാലസ് പ്രവർത്തനം ആരംഭിച്ചു. ബൈക്ക് പാലസിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ M A രാജഗോപാൽ നിർവഹിച്ചു. തിങ്കളാഴ്ച രാവിലെ 9:30 ബൈക്ക് പാലസിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ M A രാജഗോപാൽ നിർവഹിച്ചത്. ഇവിടെ നിന്നും 2 വീലർ 3 വീലറുകളുടെ എല്ലാവിധ സ്പെയർ പാർട്സുകളും ആക്സസറീസ്, ലൂബ്രിക്കന്റ്, ബാറ്ററി, ടയർ, ഹെൽമറ്റ് തുടങ്ങിയവയും മിതമായ നിരക്കിൽ ലഭ്യമാകും. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുനലൂരിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നഗരസഭയുടെ 45ാമത് ബഡ്ജറ്റ്. 3 കോടിയിൽ പരം രൂപ മിച്ചം പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് തിങ്കളാഴ്ച അവതരിപ്പിച്ചത്. തൊഴിലാളികളെ ഉപയോഗിച്ച് സമ്പന്നരാകുന്നത് തോട്ടം ഉടമകളെന്ന് CPM നേതാവ് MM മണി. തൊഴിൽ മന്ത്രിക്കെതിരെയും മണിയുടെ വിമർശനം. പുനലൂർ കാഞ്ഞിരമല കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായി. പദ്ധതി ചെലവ് 30 ലക്ഷം രൂപ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ.